മുൻ സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഹിൽ ഹൈവേ റണ്ണിന്റെ മറവിൽ നടന്ന വൻ സാമ്പത്തിക ധൂർത്ത് 1,07,00,000-ലധികം രൂപയാണ് പരിപാടിയുടെ ചെലവിനായി കിഫ്ബി നൽകിയത്. എന്നാൽ കിഫ്ബി പുറത്തുവിട്ട കണക്കുകളും പരിപാടിയുടെ ഉപകരാർ എടുത്ത ഏജൻസികളുടെ കൈവശമുള്ള കണക്കുകളും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ട്. പരിപാടിയുടെ യഥാർത്ഥ ചെലവ് 87 ലക്ഷം രൂപ മാത്രമെന്നാണ് സംഘാടക ഏജൻസികളുടെ കണക്കുകൾ. എന്നാൽ ചിലവ് കഴിഞ്ഞുള്ള തുകയെപ്പറ്റി വ്യക്തതയില്ല. ഫെബ്രുവരി 22 നടന്ന കുട്ടിക്കാലം ചപ്പാത്ത ഹിൽ ഹൈവേ റണ്ണിന്റെ പേരിലാണ് പൊതുഫണ്ട് പരസ്യമായി ദൂർത്തടിച്ചത്. കിഫ്ബി പുറത്തുവിട്ട രേഖകൾ പ്രകാരം 91.35 ലക്ഷം രൂപയാണ് പരിപാടിക്കായി നൽകിയിരുന്നത്. എന്നാൽ പദ്ധതിക്കായി കിഫ്ബി അനുവദിച്ചത് 1,70,79,300 രൂപയെന്നാണ് പുതിയ രേഖകൾ വ്യക്തമാക്കുന്നത്. പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരുന്ന മിലിന്ദ് സോമന് പണം നൽകിയിട്ടില്ലെന്നായിരുന്നു കിഫ്ബിയുടെ മുൻ നിലപാടെങ്കിൽ ഇപ്പോൾ പുറത്തുവന്ന രേഖകൾ പ്രകാരം മിലിന്ദ് സോമന് 15,34,000 രൂപ പ്രതിഫലമായി നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു. കിഫ്ബി ചുമതല ഏൽപ്പിച്ച ആഡ്കോ പദ്ധതിയുടെ മുഴുവൻ ചുമതലയും ITPCos എന്ന സൊസൈറ്റിക്ക് കൈമാറി. ITPCos ആകട്ടെ പുഷ് 360 LLP എന്ന സ്വകാര്യ ഏജൻസിയെ പദ്ധതി ഏൽപ്പിച്ചു. 4 ഏജൻസികൾ മാറി മാറി വന്നതോടെ പൊതുഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ കമ്മീഷനായി ചോർന്നു. ആഡ്കോ 5% സർവീസ് ചാർജ് ഈടാക്കിയപ്പോൾ ITPCos 8 ലക്ഷം രൂപയും പുഷ് 360 LLP ഇവന്റ് പ്ലാനിംഗ് ഇനത്തിൽ 15 ലക്ഷം രൂപയും കൈപ്പറ്റി. ധൂർത്തിന്റെ പാരമ്യമാണ് മറ്റു കണക്കുകൾ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്രൊമോഷന് മാത്രം 11 ലക്ഷം രൂപയും ടീഷർട്ട്, ബാഗ് എന്നിവയ്ക്ക് 4.5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിമാന ടിക്കറ്റിനായി 1 ലക്ഷം രൂപ കാണിച്ചിരിക്കുന്നതിലും വലിയ സംശയങ്ങൾ ഉയരുന്നുണ്ട്. കിഫ്ബി അനുവദിച്ച 1.07 കോടി രൂപയിൽ ആകെ ചിലവും സർവീസ് ചാർജും ഉൾപ്പെടെ 87 ലക്ഷം രൂപയുടെ കണക്ക് മാത്രമാണ് നിലവിൽ രേഖകളിലുള്ളത്. ബാക്കി വരുന്ന ലക്ഷക്കണക്കിന് രൂപ എവിടെ പോയി എന്നതിനെക്കുറിച്ച് ഔദ്യോഗിക രേഖകളിൽ വ്യക്തതയില്ല. കിഫ്ബി ഫണ്ടിന്റെ മറവിൽ നടന്ന ഈ ഉപകരാർ കച്ചവടത്തെക്കുറിച്ചും ലക്ഷങ്ങളുടെ പണമിടപാടുകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.